Good afternoon to all. Good afternoon. Good afternoon, ma'am. Good Good afternoon, Miss. afternoon. Okay, let's wait a second. Okay, good afternoon. How are you all? Oh, yeah. Fine. Good morning. Good afternoon. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? എന്തൊന്നും മിണ്ടാത്തെ? സുഖവാ. സുഖാ. സുഖായിരിക്കണം. സുഖായിരിക്കും. Okay. സംസാരിക്കൂ. No fine. No. അങ്ങനെ. ഫീവർ. എല്ലായിടത്തും വരിക. വൈറൽ ഫീവർ ആണ്. ഓക്കെ. അന്നത്തെ കാലത്തൊക്കെ നോക്കാട്ടോ. നീതു. ഓക്കെ. അപ്പോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ക്ലാസ്. കണ്ടിന്യൂ ചെയ്യാതെ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇതിന്റെ പുറകെ നിൽക്കുന്നു. ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. സോ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാം. കംപ്ലീറ്റ് ആക്കാണ്ടത്. ഓക്കെ. നമ്മള് പ്രസന്റ് കംപ്ലീറ്റ് ചെയ്തു. യാ പാസ്റ്റ് ആണ് നോക്കേണ്ടത്. സോ 12th അല്ലെ 12th ആണ്. കറക്റ്റ്. പൂച്ച കസേരയിൽ കിടന്നുറങ്ങി. സ്റ്റോറിയോ? സ്റ്റോറി ഞാൻ തരാന്ന് പറഞ്ഞു. ഇപ്പോ അല്ലേ അത് കംപ്ലീറ്റ് ആവട്ടെ. എന്നിട്ട് മതിയില്ലേ? പറയൂ. നിങ്ങളൊരു കാര്യം ചെയ്തേ. ഒരു 12 മുതല് 18 വരെ ഒന്ന് എല്ലാവരും ടെക്സ്റ്റ് ചെയ്തേ. എല്ലാവരും. ഓക്കെ. ഡിസ്കസ് ചെയ്യണ്ട. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. ഒരുമിച്ച് ടെക്സ്റ്റ് ചെയ്തിട്ട് എനിക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ. ഓക്കെ. എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ. പൂച്ച കസേരയിൽ കിടന്നുറങ്ങി. എന്താണ് വര? ഇത് പറഞ്ഞു കിട്ടിയ നിങ്ങള്. പൂച്ച കസേരയിൽ കിടന്നുറങ്ങി. പറയൂ.
എഴുതണ്ട, പറയൂ, എന്നാലും പറയുകയും ചെയ്യും. ടൈപ്പ് ചെയ്ത് ഓരോന്നോരോന്ന് ടൈപ്പ് ചെയ്തോ. The cat is sleeping on the chair. The cat slept on the chair. On a chair. Cat sleeping on the chair. വരട്ടെ, വരട്ടെ. പൂച്ച കസേരയിൽ കിടന്നുറങ്ങി. The cat sleeps on the chair. Then the cat had slept on the chair. അടിപൊളി. ഒരുപാട് കടന്ന് ചിന്തിച്ചു. The cat slept on the chair. പൂച്ച കസേരയിൽ കിടന്നുറങ്ങി എന്ന് പറയുന്നത് ഏത് ടെൻസ് ആണ്? ഏതാണ്? പാസ്റ്റ് ആണ്. പാസ്റ്റ് ആണ്. ഈ റോട്ടിൽ ടു ഹിസ് ഫ്രണ്ട്. അത് ഏതാണത്? അയ്യോ, അത് 13 13 പറയണ്ട, 12 നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അതിന് പറയാവേ. അപ്പോ പാസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഏത് പാസ്റ്റ്, ഏത് ആക്ഷൻ ആണ് അവിടെ വരാം? In past tense we have 4 actions, that is simple, continuous, perfect, perfect continuous. So which action is used there? Yeah, respond to you. Perfect, perfect. Simple അല്ലേ? Simple past tense. Simple past അല്ലേ? കിടന്നുറങ്ങി, എഴുതി, ചെയ്തു എന്നൊക്കെ പറയുന്നത് എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലെ? ചെയ്തു, ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ എങ്ങനെ സെന്റൻസ് എങ്ങനെ വരും? ഇനി നിങ്ങൾക്ക് എഴുതാലോ, ഒന്ന് പറഞ്ഞു നോക്കിയേ. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ cat, എന്തൊന്നും പറയാത്ത നിങ്ങൾ ക്ലാസ്സിൽ ഉണ്ടോ? എല്ലാവരും പോയോ? അല്ലെങ്കിൽ ആരും ഇല്ലേ ക്ലാസ്സില്? ആരെങ്കിലൊക്കെ ഉണ്ടോ? പറയൂ. അഞ്ജലി, ദിയ, നിമ്മി, ഷിന, മാളവിക. The cat slept on the chair. ടൈപ്പ് ചെയ്യാണോ? ഒരെണ്ണം ഉണ്ടാകട്ടെ. The cat sleep. സ്ലീപ്പ് ആണ് ഇവിടെ വേർബ് ആയിട്ട് വരാം. ആ വേർബിന്റെ പാസ്റ്റ് ടെൻസ് എടുക്കുക, അതായത് വീഡിയോ ഫോം എടുക്കുക. സോ വീഡിയോ ഫോം ഏതാണ്? slept ആണ്. The cat slept on a chair. On a chair അല്ലെങ്കിൽ on the chair എന്നും പറയാം. മിസ്റ്റേക്ക് ഒന്നുമില്ല കേട്ടോ. ഓക്കെ, the cat slept on a chair എന്ന് പറയാം. on a chair or on chair അല്ലെങ്കിൽ on the chair, ഏതായാലും കുഴപ്പമില്ല. Clear? The next one, അവൻ അവന്റെ കൂട്ടുകാരനൊരു കത്ത് എഴുതി. അവൻ അവന്റെ കൂട്ടുകാരന് ഒരു കത്ത് എഴുതി. He wrote a letter to his friend. Simple ആണല്ലേ? Okay, correct ആണ്. And the next one, ഞങ്ങൾ കടയിലേക്ക് പോകുകയായിരുന്നു.
ഞങ്ങൾ കടയിലേക്ക് പോകുകയായിരുന്നു. ഞങ്ങൾ കടയിലേക്ക് പോകുകയായിരുന്നു. ടെൻസ് കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യാൻ. യാ, പാസ്റ്റ് ടെൻസ് ആണെന്ന് പറഞ്ഞു. സോ നമ്മൾ ഒരിക്കലും ആർ യൂസ് ചെയ്യില്ല. ആറിന് പകരം എന്താ യൂസ് ചെയ്യാ? പാസ്റ്റിലേക്ക് പോകുമ്പോ വേറെ ആണ് യൂസ് ചെയ്യാറ്. ടൂറിന്റെ കൂടെ നമ്മൾ വേറെ യൂസ് ചെയ്യുന്നു. സോ വി വേർ ഗോയിങ് ടു ദ ഷോപ്പ് ഓർ സ്റ്റോർ എന്ന് പറയാം. വി വേർ ഗോയിങ് ടു ദി ഷോപ്പ് ഓർ സ്റ്റോർ. ഷോപ്പ് ഓർ സ്റ്റോർ വി ക്യാൻ യൂസ് എനിത്തിങ്. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഞാൻ സിനിമ കാണുകയായിരുന്നു. ഞാൻ സിനിമ കാണുകയായിരുന്നു. ഞങ്ങൾ സിനിമ കാണുകയായിരുന്നു. സിനിമ കാണുകയായിരുന്നു, കണ്ടിന്യൂസ് പ്രോസസ് ആയിരുന്നു അത്, അല്ലെ? സോ വി യൂസ് ദ ഓക്സിലറീസ്, അല്ലെ? ഹെൽപ്പിംഗ് വേർബ് ആണ്. സോ ഐ വാസ് വാച്ചിങ് ദ മൂവി, അല്ലെ? ഐ വാസ് വാച്ചിങ് ദ മൂവി എന്ന് പറയാം. ഐ വാസ് വാച്ചിങ് ദ മൂവി. കറക്റ്റ് ആണ് കേട്ടോ. ആൻഡ് അവൾ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അവൾ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ടെക്സ്റ്റ് ചെയ്യൂ. അവൾ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. She was talking or speaking on the phone. Okay. She was speaking or talking on the phone. On the phone. Phone medias ഒക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന preposition on ആണ് കേട്ടോ. Okay. And next, ഞങ്ങൾ വീട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു.
We had cleaned the room. Perfect ആണത്. So we have cleaned the room എന്ന് വരും. Next, ഇതിനകം സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനകം സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. The movie had already started. The movie had started already. ഇങ്ങനെയും പറയാം. Correct ആണ് ട്ടോ. Already we started വേണ്ട അഭിനവ്. The movie had already started. Started already. അല്ലെങ്കിൽ already the movie had started എന്ന് വേണ്ടി പറയാം. ഈ already ഒന്നിലും മിഡിൽ ചേർക്കാം, ലാസ്റ്റ് വരാം, ഫസ്റ്റ് വരാം. എവിടെയാണെങ്കിലും മിസ്റ്റേക്ക് ഒന്നുമില്ല കേട്ടോ. പക്ഷെ ബീന്റെ ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ? മൂവീസ് അല്ല, മൂവിയാണ്. And the next one, ഞാൻ 2 മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ 2 മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ 2 മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രദ്ധിച്ചെഴുതൂ. പാസ്റ്റ് ആണ്, പാസ്റ്റ് ആണ്. ടെൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നോക്കിയാ നിങ്ങള്. ഞാൻ 2 മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും അത് പാസ്റ്റ് ആണ്. പാസ്റ്റിൽ ഏത് ആക്ഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് സെന്റൻസ് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും കേട്ടോ. പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, അല്ലെ? കണ്ടിന്യൂസ് പ്രോസസ് ആണ്. പാസ്റ്റിൽ തുടങ്ങിയ കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാണ്, അല്ലെ? കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. സോ സ്ട്രക്ചർ ചെയ്താണെന്ന് പറയാലോ. ഇനി കറക്റ്റ് ആയിട്ട് സെന്റൻസ് ടെക്സ്റ്റ് ചെയ്ത് എനിക്ക് I had been studying English for 2 hours. I had been, have അല്ല had ആണ്. I had been studying. Been ശേഷം വരുന്നത് ing ഫോം ആണ്. അപ്പോ I had been studying English for 2 hours. Okay? ആരും ടെക്സ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുക.
Okay. And the next one, അവൾ വൈകുന്നേരം 5 മണി മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ വൈകുന്നേരം 5 മണി മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ടെക്സ്റ്റ് ചെയ്യൂ. എല്ലാവരും ദിയ ആൻഡ് നിമ്മി രണ്ടുപേരും മാത്രമേ ടെക്സ്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി ആരെന്നൊന്നും ഇണ്ടാത്തേ. കറക്റ്റ് ആണെന്ന് നോക്കി ടെക്സ്റ്റ് ചെയ്യൂ. Okay. She had been cooking for ആണ് വരാ. She had been cooking since 5 p.m. That's all. വൈകുന്നേരം 5 മണിയാണ്. So 5 p.m. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാവുന്നുള്ളൂ അല്ലെ. അപ്പൊ she had been cooking since 5 p.m. അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ്, അവർ ഇന്നലെ സ്കൂളിൽ പോയി. എങ്ങനെയാ വരാ അപ്പൊ? അവർ ഇന്നലെ സ്കൂളിൽ പോയി. പോയി എന്നാണല്ലേ. അപ്പൊ എന്ത് വരും? they went to school. പോയി എന്ന് പറയുമ്പോ went ആണ് വരാം. they went to school yesterday. Okay, they went to school yesterday. Okay, next, ഞാൻ നാളെ ആ സിനിമ കാണും. ഞാൻ നാളെ ആ സിനിമ കാണും. ഞാൻ നാളെ ആ സിനിമ കാണും. I will watch that movie tomorrow. Tomorrow I will watch that movie. Yeah, that's all. Okay. Tomorrow നമുക്ക് ഫ്രണ്ടിലോ ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. So tomorrow I will watch that movie. That movie. ആ മൂവി എന്ന് പറയുമ്പോൾ that movie വരണം കേട്ടോ. Not the movie. That movie. And the next one, അവൾ നാളെ ഓഫീസിലായിരിക്കും. അവൾ നാളെ ഓഫീസിലായിരിക്കും.
Let's see you. Tomorrow, she'll be in the office. She'll be in the office tomorrow. Okay, she will be on. Correct, Anna. And അവൾ അത്താഴം പാചകം ചെയ്തിട്ടുണ്ടാകും. അവൾ അത്താഴം പാചകം ചെയ്തിട്ടുണ്ടാകും. അവൾ അത്താഴം പാചകം ചെയ്തിട്ടുണ്ടാകും. വുഡ്, ഷുഡ്, മസ്റ്റ് ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു? ഇത് നമ്മുടെ ഫ്യൂച്ചർ ടെൻസ് ആണ്. ഫ്യൂച്ചർ ടെൻസിലെ ഷുഡോ മസ്റ്റോ വുഡോ ഒന്നുമില്ലല്ലോ. ഇതില് മാത്രം മതി. ഏത് ആക്ഷൻ ആണെന്ന് ആലോചിച്ച് നോക്കിയേ. ചെയ്തിട്ടുണ്ടാകും, പോയിട്ടുണ്ടാകും, ചെയ്തിട്ടുണ്ടാകും എന്നൊക്കെ പറയുമ്പോ well prepared. Okay, അതിന് മുൻപ് എന്താ പറഞ്ഞാൽ വരുമല്ലോ. maybe missing ആണല്ലോ. Something is missing. Yes. അത് പെർഫെക്റ്റ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. സോ she will have prepared the dinner എന്ന് പറയില്ല കേട്ടോ. ഡിന്നറിന് മുന്നിൽ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ. she will have cooked or prepared dinner എന്ന് പറയും. will have on. will have prepared or cooked dinner. Okay? And next one, അവൻ ജപ്പാൻ വിട്ട് പോയിട്ടുണ്ടാകും. അവൻ ജപ്പാൻ വിട്ട് പോയിട്ടുണ്ടാകും. പിന്നെയും വുഡ് എന്താണ്? she will have left Japan. she will have left Japan. വുഡ് മസ്റ്റ് ഒക്കെ എവിടെ നിന്ന് വരുന്നു? അതൊന്നും വേണ്ട. ഓക്കെ, she will have left Japan. ഇനി അവൻ അവിടെ എത്തിയിട്ടുണ്ടാകും. അവൻ അവിടെ എത്തിയിട്ടുണ്ടാകും. she will have left arrived. Yeah, she must have arrived. Okay. she will have reached there. arrived there. must അല്ല, will have ആണ് കേട്ടോ. അവൻ നാളെ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവൻ നാളെ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതൊക്കെ ഞാൻ ടെൻസ് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ച പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ വെച്ച ടെൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സെന്റൻസ് മുഴുവൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ആ രീതിയിൽ മാത്രം ഇത് അപ്രോച്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് വേറെ രീതിയിലൊക്കെ പറയാൻ പറ്റും. പക്ഷെ ഞാൻ ഇവിടെ ചെയ്യുന്നത് ടെൻസ്. നമ്മുടെ ടെൻസ് നമ്മൾ എത്രത്തോളം പഠിച്ചു, അതിന്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ എത്രത്തോളം പഠിച്ചു എന്നറിയാൻ വേണ്ടി മാത്രം
ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് സെന്റൻസ് ആണ്. ഓക്കെ, സോ ആ രീതിയിൽ മാത്രം നിങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കാം. She will be studying English tomorrow. She will have been studying English tomorrow. She will have been. Perfect continuous ആണ് വരാം. Future perfect continuous. Okay. And next, അവർ നിന്നെ രാവിലെ മുതൽ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. അവർ നിന്നെ രാവിലെ മുതൽ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. They will have been waiting for you since morning. They will have been waiting for you since morning എന്ന് വരും ട്ടോ. അവർ നിന്നെ രാവിലെ മുതൽ കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. They will have been waiting for you since morning. Yeah, correct. And the next one, the last one, അവർ വിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവർ വിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. വിമാനം അല്ലെ? ഫ്ലൈറ്റ്, പ്ലെയിൻ, എയറോപ്ലെയിൻ. She will have been traveling on aeroplane. On aeroplane. On ആണ് വരുന്നത്. Okay. She will have been traveling on aeroplane or flight. Okay. അപ്പോ നിങ്ങൾക്ക് ഇതൊരു കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് ടെൻസ് അത്രയധികം മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ തന്നിരിക്കുന്ന മലയാളം മനസ്സിലാവാഞ്ഞിട്ടാണെന്ന് അറിയില്ല. ഇതൊക്കെയോ എവിടേക്കോ ഒരു മിസ്സിംഗ് പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, പെർഫെക്റ്റ്ലിക്കാണ് കൺഫ്യൂഷൻ വരാം. ഇനി നമുക്ക് ടെൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റോറി നോക്കാം. റെഡിയാണോ? റെഡി? യെസ്. സോ എഴുതിക്കോളൂ ട്ടോ. Write down in your notebook. ഒരിടത്തൊരു നല്ലവനായ രാജാവുണ്ടായിരുന്നു. ഒരിടത്തൊരു നല്ലവനായ രാജാവുണ്ടായിരുന്നു. ഒരിടത്തൊരു നല്ലവനായ രാജാവുണ്ടായിരുന്നു. രാജാവിന്റെ മകൾ അതിസുന്ദരിയായിരുന്നു. രാജാവിന്റെ മകൾ അതിസുന്ദരിയായിരുന്നു. ഒരിടത്തൊരു നല്ലവനായ രാജാവുണ്ടായിരുന്നു. ആ രാജാവിന്റെ മകൾ അതിസുന്ദരിയായിരുന്നു. ആ രാജകുമാരിക്ക് സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു സ്വർണ്ണ പന്തുണ്ടായിരുന്നു. ആ രാജകുമാരിക്ക് സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു സ്വർണ്ണ പന്തുണ്ടായിരുന്നു. ആ രാജകുമാരിക്ക് സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു സ്വർണ്ണ പന്തുണ്ടായിരുന്നു. അവൾക്ക് പൂന്തോട്ടത്തിൽ കളിക്കാൻ ഇഷ്ടമായിരുന്നു. അവൾക്ക് പൂന്തോട്ടത്തിൽ കളിക്കാൻ ഇഷ്ടമായിരുന്നു. രാജകുമാരി ഒരു ദിവസം
കളിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജകുമാരി ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർണപ്പന്ത് അടുത്തുള്ള കിണറ്റിൽ വീണു. രാജകുമാരി ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർണപ്പന്ത് അടുത്തുള്ള കിണറ്റിൽ വീണു. രാജകുമാരി കരയാൻ തുടങ്ങി. രാജകുമാരി കരയാൻ തുടങ്ങി. കിണർ വക്കിലിരുന്ന ഒരു തവള ഒരിടത്തൊരു നല്ലവനായ രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന്റെ മകൾ അതിസുന്ദരിയായിരുന്നു. ആ രാജകുമാരിക്ക് സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു സ്വർണ്ണ പന്തുണ്ടായിരുന്നു. അവൾക്ക് പൂന്തോട്ടത്തിൽ കളിക്കാൻ ഇഷ്ടായിരുന്നു. രാജകുമാരി ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർണപ്പന്ത് അടുത്തുള്ള കിണറ്റിൽ വീണു. രാജകുമാരി കരയാൻ തുടങ്ങി. കിണർ വക്കിലിരുന്ന ഒരു തവള ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കിണർ വക്കിലിരുന്ന ഒരു തവള ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇന്നൂടെ വായിക്കാട്ടോ. ഒരിടത്തൊരു നല്ലവനായ രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന്റെ മകൾ അതിസുന്ദരിയായിരുന്നു. ആ രാജകുമാരിക്ക് സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു സ്വർണ്ണ പന്ത് ഉണ്ടായിരുന്നു. അവൾക്ക് പൂന്തോട്ടത്തിൽ കളിക്കാൻ ഇഷ്ടായിരുന്നു. രാജകുമാരി ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർണ്ണപ്പന്ത് അടുത്തുള്ള കിണറ്റിൽ വീണു. രാജകുമാരി കരയാൻ തുടങ്ങി. കിണർ വക്കിലിരുന്ന ഒരു തവള ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇസ് ഇറ്റ് ഫിനിഷ്ഡ്? ഫിനിഷ് ആയോ? കംപ്ലീറ്റ് ആയോ? മിസ്സിംഗ് ഒന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. ഇത് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കാം. എന്നിട്ട് എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, നോട്ട്ബുക്കിൽ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ടെക്സ്റ്റ് ചെയ്താലും മതി. ഓക്കെ, 3:20 വരെ ടൈം ഉണ്ട്. ആ ടൈമിൽ മാക്സിമം ചെയ്യാൻ പറ്റുമോ നോക്കൂ. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. മാക്സിമം 3:20 വരെ. ഓക്കെ, ടൈമില്ലല്ലോ അല്ലെ? ടൈം കുറവാണല്ലേ? 5 മിനിറ്റ് ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റോ? മലയാളമല്ല, ഇംഗ്ലീഷ്. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒരു ടോപ്പിക് പ്രസന്റേഷൻ ചെയ്താലോ? നിങ്ങൾ റെഡി ആണോ? ടോപ്പിക് പ്രസന്റേഷൻ ചെയ്യാനായിട്ട് പ്രസന്റ് ചെയ്യാൻ റെഡി ആണോ എല്ലാവരും? അഞ്ജലി, നീതു, നിമ്മി, ഫാത്തിമ, അഭിനവ്, എങ്ങനെയാ പ്രസന്റേഷൻ എന്ന് പറയുമ്പോ? പ്രസന്റേഷൻ എന്ന് പറയുമ്പോ ഞാൻ ഒരു ടോപ്പിക് തരും. ആ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഗൂഗിളിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ റെഫർ ചെയ്യാം. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടും. സോ എന്നിട്ട് അതെല്ലാം റെഫർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഓൺ ബോർഡ്സിൽ അത് എഴുതാൻ പറ്റും. അല്ലെ? അത് എഴുതാം. അത്യാവശ്യം നന്നായിട്ട് എഴുതാൻ നോക്കാം. അങ്ങനെ കുറെ എഴുതിയതിനു ശേഷം ക്ലാസ്സിൽ അത് പ്രസന്റ് ചെയ്യണം. അതായത് നോട്ട്ബുക്ക് നോക്കണമെങ്കിൽ നോക്കാം, നോക്കി അതേപോലെ വായിക്കരുത്. നമ്മുടെ കയ്യിൽ കുറച്ചൊക്കെ നോക്കിയാണെങ്കിലും വായിക്കാം. വായിക്കലും പറയാം. ടോപ്പിക്കിനെ കുറിച്ച് നന്നായിട്ട് അത് വന്ന് ക്ലാസ്സിൽ വന്ന് പ്രസന്റ് ചെയ്യാം. ഓക്കെ, മാക്സിമം ക്യാമറ ഓൺ ചെയ്ത് പ്രസന്റ് ചെയ്യാൻ നോക്കുക. കാരണം ഫേസ് ടു ഫേസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും. കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സ്കില്ലാണെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ അതല്ലാതെ ഗൂഗിളിൽ നോക്കിയിട്ട് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് നോട്ട്ബുക്കിൽ എഴുതി വെച്ച് അത് തന്നെ നോട്ട്ബുക്കിൽ നോക്കി വായിക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം അങ്ങനെ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ നമ്മളിത് പറഞ്ഞ് നമ്മളിത് ബൈ ഹാർട്ട് അല്ല, നമുക്ക് എന്താണ് മനസ്സിലായത് തെറ്റിക്കോട്ടെ, മിസ്റ്റേക്സ് എന്തായാലും വരും. സോ നമുക്ക് എന്താണ് മനസ്സിലായത് ആ രീതിയിൽ വന്ന് ക്ലാസ്സിൽ നന്നായിട്ട് ഒന്ന് പ്രസന്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. അത് കുറച്ച് പ്രസന്റ് ചെയ്യാം. പെട്ടെന്ന് അവസാനിപ്പിക്കരുത് കേട്ടോ. കാരണം നമ്മളൊന്ന് ആസ്വദിച്ച് വരുമ്പോഴേക്കും ചിലപ്പോ പ്രസന്റേഷൻ കഴിയും. അങ്ങനെയാകരുത്. അത്യാവശ്യം കുറച്ചുകൂടെ കൂടിയ മലയാളവും ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്ത് ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ കഴിയുന്ന മലയാളമൊക്കെ ചിലപ്പോൾ വരാം. സോ അതൊക്കെ മിക്സ് ചെയ്ത് മാക്സിമം ഇംഗ്ലീഷ് തന്നെ പറയാൻ നോക്കുക. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് മലയാളത്തിൽ സംസാരിക്കാം.
ഓക്കെ ഓക്കെ മാം. ഓക്കെ റെഡിയാണോ? എല്ലാവരും റെഡിയാണോ? നിമ്മ ഓക്കെ, നിമ്മ റെഡിയാണ്. ബാക്കി എല്ലാവരും റെഡിയാണോ? ട്രൈ ചെയ്യൂന്നേ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? നമ്മുടെ സ്കില്ല്, നമ്മുടെ ലാംഗ്വേജ് സ്കിൽ ഇംപ്രൂവ് ചെയ്യണ്ടേ? എപ്പോഴും തിയറീസ് മാത്രം പഠിച്ചുകൊണ്ടായോ? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ? വേണ്ടേ? റെഡിയാണ്. റെഡിയാണ്. എല്ലാവരും റെഡിയല്ലേ? അഭിനവ്, ഫാത്തിമ, അഞ്ജലി, വൈഷ്ണവി, ഫിന റെഡിയാണ് മിസ്. റെഡിയാണ്. യാ വെരി ഗുഡ്. ഓക്കെ, മാക്സിമം ക്യാമറ ഓൺ ചെയ്ത് തന്നെ നോക്കാം കേട്ടോ. കാരണം ഞാൻ ഇതിൽ ടോപ്പിക് പ്രസന്റേഷൻ കൊടുക്കുമ്പോ ക്യാമറ ചെയ്യാതെ ഓൺ ചെയ്യാതെ ടോപ്പിക് പ്രസന്റ് ചെയ്തവരുണ്ട്. സോ പിന്നീട് അവർ ചെയ്യാൻ പറഞ്ഞപ്പോ അവർക്ക് പെട്ടെന്ന് ടെൻഷൻ വന്നു. കാരണം അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്നത് പോലെയല്ല നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കുമ്പോൾ. രണ്ടും ഡിഫറെന്റ് ആണെങ്കിൽ പിന്നീട് മനസ്സിലായത്. കാരണം അതുകൊണ്ട് ക്യാമറ ഓൺ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് എന്താണ് അത് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. കുറച്ച് ഒരു പേടിയൊക്കെ മാറുന്നുണ്ട്. ഓക്കെ, നമുക്ക് വൺസ് ഇൻ എ വീക്ക് ഒരു ദിവസമുള്ള ക്ലാസ് മാം. വൺ ഡേ മാത്രം. once in a week, 2 times ഉണ്ടല്ലോ. ഇന്ന് Thursday, ഇനി Friday ക്ലാസ് ഉണ്ട്. ഓക്കെ മാം. ഓക്കെ. അപ്പോ ടോപ്പിക് വേണ്ടേ? ടോപ്പിക് കോൺഫിഡൻസ്. ഓക്കെ, അതാണ് നമ്മുടെ ടോപ്പിക്. ഓക്കെ അല്ലേ? കോൺഫിഡൻസ് ആണ് നമ്മുടെ ടോപ്പിക്. മിനിമം എത്ര വേണ്ടി വരും മാം സെന്റൻസ്? അതായത് നമ്മള് ഫസ്റ്റ് ടൈം ഒക്കെ പറയുമ്പോൾ എത്ര വേണമെങ്കിലും ടൈം എടുക്കാം. 5 മിനിറ്റോ 10 മിനിറ്റോ എത്ര വേണമെങ്കിലും സമയം എടുക്കാം. പറയൂ, സംസാരിക്കൂ. കിട്ടിയ അവസരങ്ങളൊന്നും പഴക്കരുത്. ഓക്കെ, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരവും നമ്മൾ മിസ്യൂസ് ചെയ്യരുത്. അതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും പറയാം. എത്ര വേണം? 1 hour ടൈം ഉണ്ട്. 1 hourൽ നമുക്ക് എത്ര പേരുണ്ട്? അപ്പൊ അതിനനുസരിച്ച് സംസാരിക്കാം. ഓക്കെ, അത്രയും നല്ല ടോപ്പിക് ആണ്. അതുകൊണ്ടാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് നിസ്സാര ഒരു കാര്യമല്ല. എല്ലാവർക്കും അറിയാലോ ആ ഒരു ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ്. സോ മാക്സിമം എല്ലാവരും പ്രസന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പൊ കോൺഫിഡൻസ് ഞാൻ ടോപ്പിക് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഇപ്പോ തന്നെ ഉണ്ട്. ശരിയല്ലേ? എല്ലാവരും കോൺഫിഡന്റ് ആണോ? അല്ല, ഞാൻ ഉൾപ്പെടെ കോൺഫിഡന്റ് അല്ല അല്ലെ? പൊതുവെ അങ്ങനെയാണ്. പക്ഷെ എല്ലാവരുടെ ഉള്ളിലും ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇല്ലേ? ഉണ്ട്, എല്ലാവരുടെ ഉള്ളിലുണ്ട്. നമ്മൾ പുറത്തേക്ക് എടുക്കണമെന്ന് മാത്രം. സോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ പറയാനുണ്ട്. സോ അതൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോട്ട്ബുക്കിൽ എഴുതിയിരിക്കൂ. ആദ്യം നിങ്ങൾക്ക് എന്തൊക്കെയാണോ തോന്നുന്നത് അത് നോട്ട്ബുക്കിൽ മലയാളത്തിൽ എഴുതുക. അതിനുശേഷം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതിയിരിക്കുക. എന്നിട്ട് പറയാ, പ്രാക്ടീസ് ചെയ്യുക. വീട്ടിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുന്ന പോലെയൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അതിന്റെ പ്രൊണൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് ആക്കി നല്ല രീതിയിൽ സ്പീഡിലൊന്നും പറയണ്ട, പതുക്കെ സ്ലോവില് റിലാക്സ് ചെയ്ത് അത് നന്നായിട്ട് പ്രസന്റ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. മനസ്സിലായോ? നമ്മൾ ഇംഗ്ലീഷിൽ ഇത്രയും നാളെ സംസാരിക്കാതിരുന്ന് ഒരു ദിവസം നമ്മൾ സംസാരിക്കുമ്പോ അത് നോക്കി ആയിക്കോട്ടെ, ബൈഹാർട്ട് ആയിക്കോട്ടെ, എന്നാലും നിങ്ങൾക്ക് വായി തോന്നി എന്താണെങ്കിലും ഇംഗ്ലീഷിൽ പറഞ്ഞോട്ടെ, എന്തെങ്കിലും ആവട്ടെ. അപ്പോ നമുക്ക് തന്നെ തോന്നും എനിക്കും പറയാൻ പറ്റും, ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും എന്നൊരു ഫീലിംഗ് നമുക്കൊക്കെ കിട്ടും. മനസ്സിലായോ? അതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ഇതിൽ ആരും കളിയാക്കി ഒന്നും ചെയ്യില്ല. കറക്റ്റ് ചെയ്യോ? ഞാൻ കറക്റ്റ് ചെയ്യാൻ ഇരിക്കുന്നതല്ല കേട്ടോ. ഞാൻ കറക്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ മിസ്റ്റേക്സ് എവിടേക്കാണ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും, കറക്റ്റ് ചെയ്യാനും പറ്റും. ഇപ്പൊ നമുക്ക് വേണ്ടത് പറയണം. പ്രാക്ടിക്കലി നമ്മൾ ചെയ്യണം. ഇപ്പൊ ഞാൻ നമ്മുടെ തിയറീസ് കുറെ തിയറീസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഒന്നും ചെയ്യുന്നില്ല അല്ലെ? അതുകൊണ്ട് നെക്സ്റ്റ് ഫ്രൈഡേ അല്ലെ, മറ്റന്നാണ് ഫ്രൈഡേ പ്രസന്റേഷൻ ഉണ്ട്. പ്രസന്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ക്ലാസ്സിൽ ഇനിയിപ്പോ ആരും പ്രിപ്പയർ ആയിട്ടില്ല, നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാതെ ഇരിക്കരുത് കേട്ടോ. എന്നോട് നേരിട്ട് തന്നെ പറയും പ്രിപ്പയർ ആയില്ല എന്ന് പറയും. അതുകൊണ്ട് ജോയിൻ ചെയ്യാതിരിക്കരുത്. ഓക്കെ, ബാക്കി എല്ലാവരോടും ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യൂ. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വന്ന് പ്രസന്റ് ചെയ്യട്ടെ. ഓക്കെ ആണോ? ഒന്ന് ആക്റ്റീവായിട്ടൊന്ന് പറഞ്ഞേ. ഓക്കെ ആണ്. വൈഷ്ണവി മാത്രം ഓക്കെ. അപ്പൊ സ്റ്റോറി നോക്കിക്കോളൂ. ഇപ്പൊ സ്റ്റോറി എനിക്ക് നോക്കാനുള്ള ടൈം ഉണ്ടാകില്ല. എന്നാലും മാക്സിമം നിങ്ങൾ ഇതിന് എഴുതും. ഓക്കെ, എല്ലാവരും എഴുതിക്കോളൂ കേട്ടോ. കഴിയുമ്പോ പറയാം. ഇപ്പൊ ആ ക്ലാസ് ടൈം കഴിഞ്ഞുവെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലാണെങ്കിലും സ്റ്റോറി നോക്കാം.
ഓക്കെ, അഭിനവ് കംപ്ലീറ്റ് ചെയ്തു. The world translates sun in the bright sky. Light lay the garden one day while she was feeling pain. The golden ball fell into the near the well. She started crying in the floor while she was watching it from the edge of the well. Yeah. Okay. ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്, കുഴപ്പമില്ല, എന്നാലും ഓക്കെ ആണ്. അത്യാവശ്യം കുറച്ചുകൂടെ എക്സാജറേറ്റ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അഭിനവ് ഇപ്പൊ ടൈപ്പ് ചെയ്ത് നോട്ട്ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ. എഴുതിയിട്ടുണ്ട് നോട്ട്ബുക്കില്? എഴുതി വെച്ചോളൂ. ടൈപ്പ് ചെയ്ത് അങ്ങനെ തന്നെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. അല്ലെങ്കിൽ നാളെ ഇത് ഇംഗ്ലീഷിലൊരു നമുക്ക് അറിഞ്ഞു വരുമ്പോ ഇതൊക്കെ വായിക്കുമ്പോൾ എന്തൊക്കെയാണ് എനിക്ക് ഇതിലെന്തൊക്കെ കറക്റ്റ് ചെയ്യാമെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതൊക്കെ ഒരു മെമ്മറീസ് ആണ്. അതുകൊണ്ട് എല്ലാം എഴുതി വെക്കണം കേട്ടോ. എല്ലാവർക്കും തരുന്ന വർക്ക് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. കാരണം കുറെ നാള് കഴിയുമ്പോൾ കുറച്ച് ഇംഗ്ലീഷിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നോളജ് ആയി വരുമ്പോൾ നിങ്ങളത് തിരിച്ചും എടുത്ത് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ വരുത്തിയ മിസ്റ്റേക്സും ഏതൊക്കെ പോർഷൻസ് നല്ല രീതിയിൽ എഴുതാമായിരുന്നു, കുറച്ചുകൂടെ ബെറ്റർ എഴുതാമായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തോന്നും. അതൊക്കെ എന്താണ് നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. സോ എല്ലാം എഴുതി വെക്കാൻ നോട്ട്ബുക്കിൽ തന്നെ എഴുതി വെക്കാം. മാം പറയട്ടെ. Okay, Nimi. Once upon a time, there was a king. His daughter was very pretty. That princess had a ball, was very glittering, just like sun. She likes to play garden. Once she played at garden, the ball fell into the well. She started crying. There was a frog nearby the well. He watched everything. Yeah. Okay, Nimi. Okay, thank you. ഓരോ ഡിഫറെന്റ് ടൈപ്സിലാണ് എഴുതാട്ടോ. Okay. അതേപോലെയല്ല നിമി പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്ന പോലെ ആയിരിക്കില്ല കേട്ടോ. മാറിക്കൊണ്ടേ കാരണം നമ്മൾ ഓരോന്നും ചിന്തിക്കുന്നത് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് മിസ്റ്റേക്സ് ആണെങ്കിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഓക്കെ ഓക്കെ മാം. ഓക്കെ നിമി, താങ്ക് യു. ഇനി നെക്സ്റ്റ് ആരാ? അതിന് കംപ്ലീറ്റ് ചെയ്തോ? അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലാവുമ്പോഴും ഞാൻ ചോദിക്കോട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയാം വേണ്ടി എനിക്ക് തോന്നിയ ആൻസർ ഞാൻ പറയാം. കഴിഞ്ഞ ആരുടെങ്കിലും ടൈം ആയാലോ? ഒരു കാര്യം ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാട്ടോ. അഭിനവ് ആൻഡ് നിമ്മി പറഞ്ഞു, ബാക്കി എല്ലാവരും പറയാം. ക്ലാസ്സിൽ ഇപ്പൊ ഇത്രയും സ്റ്റുഡൻസ് ഉണ്ടാകാറുണ്ടോ പൊതുവെ? ആണോ? 23, 24 ഒക്കെ ഉണ്ടാവും മാം. ഉണ്ടാവാറുണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ടോപ്പിക് പ്രസന്റേഷൻ ഉണ്ട്, അതൊന്ന് ഗ്രൂപ്പിൽ ഒന്ന് ഇൻഫോം ചെയ്യാം. ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒന്ന് പറയട്ടെ. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റോറിയും പറയാം കേട്ടോ നമുക്ക്. ഓക്കെ, അപ്പൊ ഓക്കെ അല്ലേ?
ക്ലിയർ അല്ലേ? Topic. കുറച്ച് എന്തെങ്കിലും ടെൻസ് ഓക്കെ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? ഡൗട്ട്സ് ഉണ്ടോ ഇനി? Almost. ഓൾമോസ്റ്റ് ഓക്കെ ആണ്. എന്നാലും കുറച്ചുകൂടി നമുക്ക് എക്സസൈസ് ഒക്കെ ചെയ്യാം. ഇതുപോലെ ടോപ്പിക് പ്രസന്റേഷൻ ചെയ്യാം, ട്രാൻസ്ലേഷൻ ചെയ്യാം. അപ്പൊ കുറച്ച് ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും കേട്ടോ. Okay. Okay. ma'am. Okay. ഞാൻ ബോബിന്റെ V1, V2, V3 ഫോം ഒക്കെ തന്നതല്ലേ? Yes. ഓക്കെ. കുറച്ച് നോട്ട്സ് അല്ലാതെ ഉണ്ട്, അതൊക്കെ തരാം. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, see you on the next class. Okay, thank you all. Thank you, ma'am.